എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തില് ഈശോയും ശിഷ്യന്മാരും നടന്നു പോകുമ്പോൾ ഈശോ ഇതിനു മുമ്പ് ശപിച്ചിട്ടിരുന്ന ഒരു അത്തിമരം ഉണ്ടായിരുന്നു. സമൂലം ഉണങ്ങിപ്പോയ ആ അത്തിമരത്തെ കാണുമ്പോൾ ശിഷ്യന്മാർ ഈശോയെ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു വേണ്ട, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുകയാണ്. നമ്മൾ ചുമ്മാ ഒന്ന് ചിന്തിച്ചാൽ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അത്തിമരത്തെ ശപിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന്റെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരോട് വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈശോ അത് പ്രവർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. ഈശോ ഈ ശിഷ്യന്മാരോട് വിശ്വാസത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇപ്രകാരം ചിന്തിക്കുകയാണ്, നമ്മുടെ ചുറ്റിനും ദൈവം ഓരോ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതൊക്കെ നമ്മളെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത്തിമരത്തെ ശപിച്ച ഈശോ ആ ഒരു സംഭവത്തിലൂടെ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന കുറെ കാര്യങ്ങളിലൂടെ ഈശോ ഓരോ ദിവസവും നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതൊരു പക്ഷെ നമ്മുടെ സ്വന്തം അനുഭവത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കൂട്ടുകാരന്റെ ജീവിതത്തിലെ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം, നമുക്ക് പരിചയമുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന കുറെ അനുഭവങ്ങളിലൂടെ ഈശോ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ നമുക്കൊന്ന് സ്വന്തമാക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഈശോ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളെ അത് സ്വന്തമാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.